അപ്പോൾ നമ്മളന്ന് നോക്കാൻ പോകുന്നത് മറ്റേ 10th ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇന്നത്തെ പരീക്ഷയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി numbers below is not a term of arithmetic sequence 1 7 13. അപ്പോൾ നമുക്ക് തന്നെ ഓപ്ഷൻസ് 61, 81, 91, 21 മലയാളത്തിൽ ഇതേ ചോദ്യം നമ്മൾ എങ്ങനെ വായിക്കും? 1, 7, 13 എന്ന സമാന്തര ശ്രേണിയിലെ പദമല്ലാത്ത സംഖ്യ ഏതാണ്? അല്ലേ? എങ്ങനെയാണ് അത് നോക്കുക. ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? അർത്ഥമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി അങ്ങണ്ട് എഴുതി വയ്ക്കും. ഓക്കെ, എന്താണ് സമാന്തര ശ്രേണി അങ്ങണ്ട് എഴുതി വയ്ക്കും. ഏതാണ്? 1, 7, 13. ഇനി എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. മലയാളത്തിൽ അതിനെ പൊതുവ്യത്യാസം എന്ന് പറയും, അല്ലേ? പൊതുവ്യത്യാസം എന്താവും? 7 - 1 അല്ലേ, എത്രയാണ്? 6 വരും, അല്ലേ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? nth ടേം ആണ്. എന്താണ്? nth ടേം ആണ്. ഓക്കെ, nth ടേം. ഓക്കെ, മലയാളത്തിൽ അതിനെ n-ാം പദം എന്ന് പറയും. n-ാം പദം. ഓക്കെ, ഈക്വൽ ടു എത്ര വരുന്നത്? n = 1 + n - 1 × 6 എന്ന് വരും. ഓക്കെ, 81 എന്താണ്? ഒരു പദമാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു പദമാണോ? ഓക്കെ, പദമാണോ എന്ന് നോക്കാം, അല്ലേ? ലെറ്റ്സ് ലുക്ക് ഇഫ് 81 ഈസ് എ ടേം, അല്ലേ? അപ്പം എന്ത് ചെയ്യുക? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ ഇക്വേഷൻ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നറിയോ? അതായത് ഈ സാധനത്തിൽ ഇനി എന്ത് ചെയ്യണം? നോക്കിക്കോട്ടാ. അതായത് നമ്മൾ 81 എടുത്തില്ലേ, n-ന് പകരം 81 ഇടും. ഓക്കെ, ഈക്വൽ ടു എന്ത് ചെയ്യുക? എന്താ ചെയ്യേണ്ടത്? 1 + n - 1 + n - 1 × 6. ഓക്കെ, ഇവിടെ 1 എങ്ങനെ വന്നു? 1 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം, അതുകൊണ്ടാണ് ഇവിടെ 1 വന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? 1 = എന്താണ്? അല്ലേ, 81 അല്ലേ? അപ്പം എന്തായി? ഈ 1 ഇങ്ങോട്ട് പോകും, പോസിറ്റീവ് 1 ഇങ്ങോട്ട് പോകും, മൈനസ് ആവും. 81 - 1 = n - 1 × 6 ആവും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 80 = n - 1 × 6 ആവും. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് n - 1 എന്ത് വരും? 80/6 ആവും. ഇതെന്താവില്ല? ഇതൊരു ഹോൾ നമ്പർ ആവില്ല. ഇതെന്താവില്ല? ഇതൊരു ഹോൾ നമ്പർ ആവില്ല. ഓക്കെ, അതായത് ഫുൾ ആയിട്ടുള്ള ഒരു നമ്പർ ആവില്ല. ഓക്കെ, അതുപോലെ ഇതൊരു ഇൻറ്റീജർ അല്ല. ഇതെന്തല്ല? ഇതൊരു ഇൻറ്റീജറും അല്ല. ഓക്കെ, ഇൻറ്റീജർ അല്ല, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക? ഇതൊരു പൂർണ്ണ സംഖ്യയല്ല. എന്തല്ല? പൂർണ്ണ സംഖ്യ അല്ല. അപ്പം എന്താണ്? അങ്ങനെയാകുന്ന സമയത്ത് 81 എന്താണ്? 81 സീക്വൻസിലെ ടേം അല്ല. 81 എന്തല്ല? സീക്വൻസിലെ
ടേം അല്ല. ഓക്കെ, അത്രേ ഉള്ളൂ.